ഇന്നത്തെ വിഷയം ദൈവം കൃപയാൽ വിശ്വസിത്താൽ നമ്മെ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുത്തതിനെക്കുറിച്ചാകുന്നു. അതായത് മുൻകൂട്ടി ദൈവം നമ്മെ കൃപയാൽ വിശ്വസിത്താൽ തൻ്റെ രാജ്യമായ സ്വർഗരാജ്യത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. അതായത് എഫെസ്യർ 2-ാം അധ്യായം 4 മുതൽ 8 വരെ വാക്യങ്ങളിലാണ് ഈ വിഷയത്തെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങൾ മരിച്ചിരുന്ന നമ്മെയും അവനോടൊപ്പം ഉയർപ്പിച്ചു. ദൈവം കരുണയുള്ളവനാണ്, കരുണാസമ്പന്നനായവനാണ് ദൈവം. കരുണാസമ്പന്ന ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം കൊണ്ട് അതിക്രമങ്ങളാൽ മരിച്ചിരുന്ന നമ്മൾ, അതായത് പാപത്താലും അതിക്രമങ്ങളാലും മരിച്ചവരാണ് നമ്മൾ. ആദാമിക പാപം, അതിൻ്റെ തുടർന്ന് നമ്മളെല്ലാം പാപമുള്ളവരാണെന്ന് അറിയാമല്ലോ. അങ്ങനെ പാവങ്ങളാലും അതിക്രമം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നിബന്ധനകളിൽ നിന്നും അതീതമായി പ്രവർത്തിക്കുന്നതാണ് അതിക്രമം. അങ്ങനെ പാപത്താലും അതിക്രമങ്ങളാലും മരിച്ചിരുന്ന നമ്മെ അവനോടൊപ്പം ഉയർപ്പിച്ചു. അതായത് ക്രിസ്തുവിനോടൊപ്പം. ക്രിസ്തു ക്രൂശിൽ യാഗാർപ്പനായി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ അവനോടൊപ്പം ലോകസ്ഥാപനത്തിന് മുമ്പേ ഇതെല്ലാം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളാണ്. അവനോടൊപ്പം നമ്മയും ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് ദൈവം നമ്മെ അറിയിക്കുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമണം മരിച്ച നമ്മയും അവനോടൊപ്പം ഉയർപ്പിച്ചു. ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ കൃപയുടെ അത്യുന്നതനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് അവൻ നമ്മയും അവനോടൊപ്പം ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ, അതെ, ദൈവത്തിന് ക്രിസ്തുവിൽ നമ്മെക്കുറിച്ച് നല്ല വാത്സല്യമാണുള്ളത്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ നമ്മയും അവനോടൊപ്പം ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ യോഗ്യത കൊണ്ട് ഉണ്ടായതല്ല. ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വസ്തതാൽ നമ്മെ ദൈവം തിരഞ്ഞെടുത്തതാണ്. അതായത് ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മളെ തൻ്റെ കൃപയാൽ വിശ്വസ്തതാൽ തിരഞ്ഞെടുക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ യോഗ്യതയുള്ള മക്കളല്ല. എൻ്റെ കരുണയാലാണ് നമ്മളെ ദൈവം തൻ്റെ രാജ്യത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് കൃപയാലാണ്, പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. എന്നുവെച്ചാൽ ഇതിന് പ്രശംസിക്കാൻ ഒരു മനുഷ്യനും ഇതിൻ്റെ അവകാശമില്ല. കാരണം നമ്മിൽ നല്ല പ്രവൃത്തികളൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നാം പാവമുള്ളവരാണ്, അതിക്രമമുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കുവാൻ ഒരു വലിയ കാരണങ്ങൾ ഇല്ല. തൻ്റെ കൃപയാലാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, വിശ്വാസത്താലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രശംസിക്കാൻ ഒരു കാരണവും ഇതിൽ നമുക്കില്ല. ഒന്നിനും കൊള്ളാത്ത നമ്മെ ദൈവം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ഇതൊരു മഹത്തായ കാര്യമാണ്, വലിയ കാര്യം തന്നെയാണ്. അതായത് റോമർ 12-ാം അധ്യായം 4-6 വാക്യങ്ങളിൽ ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ട്. അതിനെല്ലാം ഒരേ പ്രവൃത്തിയല്ല താനും. പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാണ്. ഇത് വളരെ നല്ലൊരു വാക്യമാണ്. അതായത്
യോഗ്യതയില്ലാത്ത നമ്മൾ, അതിക്രമങ്ങൾ മരിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് എന്ന് പറയുകയാണ്. അതായത് പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളാണ് എന്നാണ് ഇത് അറിയിക്കുന്നത്. അതായത് ക്രിസ്തുവിനോടൊപ്പം നമ്മളെ അനുരൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തോടൊപ്പം നമ്മളെ അനുരൂപപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒരു മഹത്തായ കാര്യമാണ്. ഒന്നുമില്ലാത്ത നമ്മളെ, ഒരു യോഗ്യതയില്ലാത്ത നമ്മളെ ദൈവത്തോടൊപ്പം അനുരൂപപ്പെടുത്തുന്നു. നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി നമ്മളെ അനുരൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. അതായത് ദൈവത്തിന് ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരെ അല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്നൊരു സ്ഥാനം കൂടെ നമുക്ക് തരുന്നുണ്ട്. പരിശുദ്ധാത്മ മന്ദിരം ദൈവത്തിൻ്റെ ആലയമാണ്. ഒന്നുമല്ലാത്ത നമ്മളെ, അതിക്രമങ്ങൾ മരിച്ചിരുന്ന നമ്മളെ, ഒരു യോഗ്യതയില്ലാത്ത നമ്മളെ ദൈവത്തോട് അവയവങ്ങളായി അനുരൂപപ്പെടുത്തുന്നു. കൂടാതെ പരിശുദ്ധാത്മൻ്റെ ആലയമായി നമ്മളെ മാറ്റുന്നു. ഇതൊക്കെ സാധാരണ ഭാവിയായ ഒരു മനുഷ്യന്, ഒന്നുമല്ലാത്ത മനുഷ്യന് ഒരു മഹത്തരമായൊരു കാര്യമാണിത്. ഒരു ദൈവത്തിൻ്റെ ആലയമായിട്ട് നമ്മൾ കാണുന്നു. ദൈവം, അതായത് പരിശുദ്ധം വസിക്കുന്ന ഒരു ആലയമായിട്ട് നമ്മളെ ദൈവം ഉയർത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ മഹത്തരമായ കാര്യം തന്നെയാണ്. അതായത് റോമർ 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ പറയുന്നത്, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഒരേപോലെ പറയുന്നു. അതായത് എല്ലാവരും പാപം ചെയ്ത് ദൈവോദ്ദേശ ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന നമ്മളെ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ടും ശരീരത്തിൻ്റെ ആലയമായിട്ടും നമ്മളെ ദൈവം ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇത് പ്രശംസിക്കാൻ നമുക്ക് യാതൊരു കാരണവുമില്ല. കാരണം നമ്മളെല്ലാം അയോഗ്യരാണ്. എന്നാൽ തൻ്റെ കൃപയാൽ വിശ്വസിച്ചാൽ ദൈവം നമ്മെ ക്രിസ്തുവിനോടൊപ്പം ഇതെല്ലാം ഒരു മഹനീയ ജീവിതം, അല്ലെങ്കിൽ ഉയർന്ന ജീവിതം, ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതിനാൽ നാം എപ്പോഴും ദൈവത്തോട് നന്ദി അർപ്പിക്കേണ്ടവരാണ്. കാരണം ഒന്നുമല്ലാത്ത നശിച്ചു പോകുമായിരുന്നൊരു ജീവിതത്തെ ഉയർന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ തക്കവണ്ണം നമ്മളെ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായും ആലയമായും നമ്മളെ മഹത്വപ്പെടുത്തുകയും ഉയർത്തപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അടുത്തത് നാം മുൻകൂട്ടി ദൈവത്തിൻ്റെ സൽപ്രവൃത്തികളായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുകൂടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സൽപ്രവൃത്തികളായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അങ്ങനെ ഇതെല്ലാം ദൈവം മുൻകൂട്ടി നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. അതായത് ഒന്നുമല്ലാത്ത നമ്മളെ ദൈവം മുൻകൂട്ടി ഒരുക്കിയിരിക്കുകയാണ്. അത് ഈ വിധമാണ്. അതായത് ദൈവത്തിൻ്റെ ആലയമായും ശരീരത്തിൻ്റെ അവയവങ്ങളായും അതുപോലെ ദൈവത്തിൻ്റെ സൽപ്രവൃത്തികൾ ചെയ്യുവാനായിട്ടും ദൈവം മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നു. മുൻകൂട്ടി നമ്മെ തൻ്റെ രാജ്യമായ സ്വർഗത്തിൽ ദൈവം നമ്മെ കൃപയാൽ വിശ്വസിത്താൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു നല്ലൊരു ജീവിതമാണ് നമ്മൾക്ക്. അതായത് ഒന്നുമല്ലാത്ത നമ്മളെ ഒരു മഹത്തരമായ ജീവിതത്തിലേക്ക്, ഒരു ഉയർന്ന ജീവിതത്തിലേക്ക് നമ്മളെ ദൈവം ഉയർത്തിയിരിക്കുന്നു. ഇത് വളരെ നല്ല ഒരു മെസ്സേജാണ് നമ്മൾക്ക് ഈ ഖണ്ഡികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു നല്ല ജീവിതം ലഭിച്ചിരിക്കാൻ നമുക്ക്, അതുകൊണ്ട് ക്രിസ്തുവിലുള്ളവർ ഒരിക്കലും താഴ്ന്നൊരു ജീവിതം അല്ല നയിക്കുന്നത്, മേന്മയേറിയ ഒരു ജീവിതമാണ് നയിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിത്താൽ ഒരു ഉയർന്ന ജീവിതം, അതായത് സ്വർഗീയ ജീവിതം, അങ്ങനെ ഒരു
സ്വർഗത്തിലെ ഒരു മെമ്പർഷിപ്പ് ഉള്ളവരാണ് ഇപ്പോൾ നമ്മൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ഇന്നത്തെ മെസ്സേജ്.